നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകൾ കണ്ട് നമ്മൾ പഠിച്ച ചില മണ്ടത്തരങ്ങളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് ബ്ലാസ്റ്റ് സീനുകളാണ്. സിനിമകളിൽ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ബ്ലാസ്റ്റ് സീനിന്റെ ഫ്രണ്ടിൽ നായകൻ സ്ലോ മോഷനിൽ നടന്നു വരുന്നത്. ഇതൊരു മാസ് ഇമ്പാക്ട് സിനിമയിൽ ഉണ്ടാക്കുന്നു. എന്നാൽ റിയൽ ലൈഫിൽ ആർക്കും തന്നെ ഇത് സാധ്യമല്ല. ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബ്ലാസ്റ്റ് ഉണ്ടായ ഏരിയയിൽ മാത്രമായിരിക്കും അത് എഫക്റ്റ് ചെയ്യുക എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഈ എക്സ്പ്ലോഷന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയാൽ അത് നമ്മളെയും എഫക്റ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലാസ്റ്റ് പ്രഷർ കൂടി ഉണ്ടാവുന്നുണ്ട്. ബ്ലാസ്റ്റഡ് ഏരിയക്കാൾ 6 ഇരട്ടി വരെ ബ്ലാസ്റ്റ് പ്രഷർ സഞ്ചരിക്കും. ഈ ഒരു പ്രഷർ 100 മുതൽ 160 കിലോമീറ്റർ സ്പീഡിലായിരിക്കും വരുന്നത്. ഇത് കെട്ടിടങ്ങൾ വരെ തകർത്ത് കളയും. അടുത്ത് നിന്നാൽ എന്തായാലും തീരുമാനമാവും. ഇനി നമ്മൾ ഒരു മീഡിയം അകലെയാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴും തീരുമാനമാവും. കാരണം അതും ഡേഞ്ചറാണ്. ഈ ഒരു പ്രഷർ മൂലം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അടിച്ചു പോവും. അടുത്തത് സിനിമയിൽ നിന്നല്ല, കൂടുതലും സോഷ്യൽ മീഡിയാസിൽ നിന്നും ഇന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഈ ഒരു പ്രതിമ. ചൈനീസ് ഫെങ്ഷൂയി കേരളത്തിലും ട്രെൻഡായി മാറിയപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു സ്റ്റാച്ചു വാങ്ങി. നമ്മൾ ഇതിനെ ലാഫിംഗ് ബുദ്ധ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ലാഫിംഗ് ബുദ്ധയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഇത് ബുദ്ധന്റെ പ്രതിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ പ്രതിമയിലുള്ള വ്യക്തിയാണ് ബുഡായി. ബുദ്ധിസത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബുഡായി. ഇദ്ദേഹം ഒരു ചൈനീസ് മങ്കായിരുന്നു. 10ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് ഓരോ ചൈനക്കാരും വിശ്വസിക്കുന്നു. ചൈനക്കാരുടെ വിശ്വാസപ്രകാരം കുട്ടികളുള്ള വീട്ടിൽ ബുഡായി ഓരോ സമ്മാനങ്ങൾ വെച്ചു പോയിരുന്നു. അതായത് സാന്റാക്ലോസിന്റെ പോലെ. ഇദ്ദേഹം മറ്റൊരു ലോകത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നും ചൈനക്കാർ വിശ്വസിക്കുന്നു. ഈ ഒരു ബുഡായിയുടെ സ്റ്റാച്ചു ആണ് നമ്മുടെ വീട്ടിലുള്ളത്. അടുത്തത് ഓന്ത് നിറം മാറുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുമെന്നൊക്കെ. സിനിമയേക്കാൾ കൂടുതൽ ചില കാർട്ടൂൺസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തിന്റെ അടുത്ത് ഓന്ത് പോയി നിന്നാലും ആ ഒരു സെയിം കളറിലേക്ക് ഓന്ത് മാറുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏതൊരു കളറിലേക്കും ഓന്തിന് നിറം മാറാൻ കഴിയില്ല. ഓന്തിന് ഫിക്സഡ് ആയ ചില കളറുകളുണ്ട്. ഇതിലേക്ക് മാത്രമേ ചേഞ്ച് ആവാൻ കഴിയുകയുള്ളൂ. ഓന്ത് പ്രധാനമായും കളർ മാറുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയാണ്. എല്ലാ ഓന്തുകൾക്കും നിറം മാറാൻ കഴിവുണ്ട്. വിദേശത്തെല്ലാം കാണുന്ന നല്ല പേരുകെട്ട ഇനം ഓന്തുകൾ സെക്കൻഡുകൾ വെച്ച് നിറം മാറാൻ കഴിവുള്ളതാണ്. നമ്മൾ പാടത്തും പറമ്പിലും കാണുന്ന ലോക്കൽ ഓന്തുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിറം മാറുന്നില്ലെങ്കിലും വരകളും പുള്ളികളുമെല്ലാം ചെറുതായി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത്തരം ഓന്തുകൾ ടൈം എടുത്താണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മുയലിന്റെ കാര്യവും. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് മുയലിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് അത് ക്യാരറ്റ് ആണെന്നാണ്. എന്നാൽ ഇതും തെറ്റിദ്ധാരണയാണ്. മുയലിനെ സംബന്ധിച്ച് ക്യാരറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഫുഡ് മാത്രമാണ്. ക്യാരറ്റ് ചവയ്ക്കുന്നത് സാധാരണ ഫുഡുകളെ വെച്ച് നോക്കുമ്പോൾ മുയലിന് അല്പം കൂടി ഹാർഡാണ്. ചില പ്രത്യേക തരത്തിലുള്ള ഇലകളും സീഡ്സും ലൈറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസുമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. 1940-ൽ ബഗ്സ് ബണ്ണി കാർട്ടൂൺ പുറത്തിറങ്ങി. ആ കാലങ്ങളിൽ കാർട്ടൂണുകൾ വലിയൊരു അത്ഭുതമായിരുന്നു. ക്യാരറ്റ് തിന്നുന്ന മുയൽ ക്യാരക്ടർ വേൾഡ് ഫേമസ് ആയി മാറി. മുയലിന്റെ ഐക്കോണിക് ഫുഡായി ക്യാരറ്റും മാറി. എന്നാൽ കാർട്ടൂൺ ക്രിയേറ്റേഴ്സ് ക്ലർക്ക് ഗേബിൾ എന്ന അമേരിക്കൻ നടനിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കിയത്. ഈ നടന് വിരല് കടിക്കുന്ന ശീലമുണ്ടായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ വിരല് കടിക്കുന്നത് ഒരു സ്റ്റൈലായിരുന്നു. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് കടിക്കുന്ന ബക്സിനെ ഉണ്ടാക്കിയത്. ഇനി മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പല സിനിമകളിലും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ 20% ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നും നമ്മൾ മുഴുവനായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് കിട്ടും എന്നെല്ലാമാണ് പറയുന്നത്. 2014-ൽ ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് ലൂസി എന്ന ഒരു സിനിമ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലെ ഹീറോയിൻ നമ്മുടെ സ്കാർലെറ്റ് ജോൺസനാണ്. ഹീറോയിന്റെ ഉള്ളിലേക്ക് അറിയാതെ ഒരു ഡ്രഗ് ചെല്ലുന്നു. ശേഷം നായികയ്ക്ക് നല്ല സൂപ്പർ പവേഴ്സ് എല്ലാം കിട്ടും. യഥാർത്ഥത്തിൽ മനുഷ്യർ 20% ബുദ്ധി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ട്രാഫിക് സിഗ്നൽ പോലെയാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ ഫുൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിന്റെ സെറിബെല്ലം എന്ന പാർട്ട് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നു. ബ്രോക്കസ് ഏരിയ നമ്മുടെ ബ്രീത്തിങ്, ബ്ലഡ് പ്രഷർ തുടങ്ങി അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. മെഡുല്ല നമ്മുടെ സ്പീച്ച് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യാൻ തന്നെ ബ്രെയിന്റെ ഓരോ പാർട്ടും അതിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും യൂസ് ചെയ്യുന്നുണ്ട്. സിനിമകളിലെ മറ്റൊരു സീനാണ് ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്.
യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വേഗതയിൽ ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ വളരെ ഫോഴ്സിൽ നമ്മുടെ ബോഡി ഒന്ന് ഗ്രൗണ്ടിൽ ഇടിക്കുകയും ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ബോധം പോവുകയും പലതവണ നമ്മൾ ഗ്രൗണ്ടിൽ റോൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ബോഡിയിൽ വലിയൊരു ഡാമേജ് ഉണ്ടാകുകയും സ്വാഭാവികമായും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലോ ആയ കാറിൽ നിന്നാണ് പുറത്തേക്ക് ചാടുന്നതെങ്കിൽ, ഹാർഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ എത്ര സ്ലോ ആണെങ്കിലും നമുക്ക് പരിക്കുകൾ പറ്റും. സോഫ്റ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ സെയിം ഡയറക്ഷനിലേക്ക് 2-3 തവണ റോൾ ചെയ്താൽ കാര്യമായ പരിക്കുകളൊന്നും പറ്റില്ല. നമ്മൾ പണ്ട് മുതലേ സിനിമകളിലും കാർട്ടൂണുകളിലും കണ്ടിട്ടുണ്ട് പാരച്യൂട്ടിന് പകരം കുടയെടുത്ത് ചാടുന്നത്. കുടയെടുത്ത് ചാടിയവരെല്ലാം സേഫായി ലാൻഡ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ കുടകൾ പാരച്യൂട്ടിന് പകരം യൂസ് ചെയ്യാമോ എന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. കാരണം കുടകളൊട്ട് തന്നെ സ്ട്രോങ് അല്ല. നമ്മുടെ ബോഡി വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ കുടകൾക്ക് സാധിക്കില്ല. ഇനി നിങ്ങൾ വലിയൊരു കുടയെടുത്ത് ചാടുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ താഴേക്ക് വരുന്ന സ്പീഡ് നിസ്സാര സെക്കൻഡുകൾ കുറയ്ക്കാൻ സാധിച്ചേക്കും. പക്ഷെ ഒരിക്കലും പാരച്യൂട്ട് പോലെ ഹോൾഡ് ചെയ്യില്ല. മാത്രമല്ല കുടയുടെ പൊസിഷനും പെട്ടെന്ന് തന്നെ മാറിപ്പോകും. ഇവിടെ ഒരുത്തൻ ഒരു കുട വെച്ച് ചാടുകയാണ്, മറ്റൊരുത്തൻ 2 കുട വെച്ച് ചാടുകയാണ്. ഒരുത്തൻ 4 കുട വെച്ച് ചാടുകയാണ്. അടുത്തയാൾ വലിയൊരു കുട വെച്ച് ചാടുകയാണ്. ഇങ്ങനെ ചാടുമ്പോൾ ചില സെക്കൻഡുകൾ മാറ്റം വരും, എങ്കിലും പെട്ടെന്ന് തന്നെ കുടയുടെ പൊസിഷൻ മാറിപ്പോകും. അടുത്തത് ഗോപ്രോ കമ്പനി പ്രമോഷന് വേണ്ടി നിർമ്മിച്ച പാരച്യൂട്ട് അംബ്രല്ലയാണ്. ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച ഒരു മെറ്റീരിയലാണിത്. വളരെ സ്ട്രോങ് ആയതിനാൽ ഏകദേശം ഇത് വെച്ച് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാരച്യൂട്ട് ഇല്ലാതെ നമ്മൾ കുടയെടുത്ത് ചാടിയാൽ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുഴിച്ചിട്ടാൽ മതി. Stand by. Roll sound, please. Turn over. 65, take 2. Action. The classic legend of the Headless Horseman meets the dark vision of director Tim Burton in Sleepy Hollow. It's a fantastic story, somewhat macabre, certainly very unusual. I've always wanted to do a fairy tale, and this is like one of our few American fairy tales. The Western Woods is a haunted place where brave men will not